ഒരപേക്ഷ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വർണ്ണങ്ങൾ എഴുതി തള്ളണം, അത്രയേ ഉള്ളൂ. പണിയൊന്നുമില്ലല്ലോ, പണിയൊന്നുമില്ലാത്തത് ഞങ്ങൾക്ക് അടയ്ക്കാൻ ഞങ്ങൾക്കൊരു വിഷമം തന്നെയല്ലേ, എങ്ങനെ അടയ്ക്കും? അപ്പം ഞങ്ങൾ ലോൺ എന്തായാലും എഴുതി തള്ളുക. ഈ ജനങ്ങളെ കേന്ദ്ര സർക്കാരിന് സഹായിച്ചു കൂടെ? എനിക്ക് ഒരപേക്ഷ അത് മാത്രമേ ഉള്ളൂ. എൻ്റെ സ്വർണ്ണങ്ങൾ എഴുതി തള്ളണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി നമുക്ക് വല്ലൊരു അസുഖം വന്ന് അത് വിറ്റിട്ടെങ്കിൽ നമ്മളെ മക്കൾ നമ്മളെ അസുഖങ്ങൾ നോക്കും. അപ്പോൾ അത് എടുക്കാനൊരു വഴിയില്ല. അപ്പോൾ അത് എടുക്കണമെങ്കിൽ 2 ലക്ഷം റുപ്യ വേണം. 1.5 വെച്ചത്. ഇപ്പോൾ പലിശ ഇത്രയും മാസമായില്ലേ, 1.5 വർഷമായില്ലേ. അപ്പോൾ ഈ പലിശയും കൂട്ടിയാകുമ്പോൾ നമ്മളൊരു 2 ലക്ഷം കണക്കാക്കുന്നു. അപ്പം എടുത്ത് കിട്ടിയാൽ ഒരു 6-7 പവനുണ്ട്. സർക്കാർ പൈസ ഒന്നിനും ആദ്യം പൈസ എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ, നമുക്കൊന്നും തന്നിട്ടില്ല. ഈ 9,000 അല്ലാതെ വേറൊന്നും പൈസ തന്നില്ല. മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പൈസയാണ്. മക്കൾ കമ്പ്യൂട്ടറും ഇതൊക്കെ പഠിച്ചാൽ അപ്പോൾ അവർക്ക് വീട്ടിൽ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്താണ് ഞങ്ങൾ. ആ ലോണൊന്നും നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. പിന്നെ സ്വർണ്ണങ്ങളുണ്ട്, ബാങ്കിൽ പണിയൊന്നുമില്ലല്ലോ, പണിയൊന്നുമില്ലാത്തത് ഞങ്ങൾക്ക് അടയ്ക്കാൻ ഞങ്ങൾക്കൊരു വിഷമം തന്നെയല്ലേ, എങ്ങനെ അടയ്ക്കും? അപ്പം ഞങ്ങൾ ലോൺ എന്തായാലും എഴുതി തള്ളുക. 5 ലക്ഷം ലോണാണ് എടുത്തത്. 5 ലക്ഷത്തിൻ്റെ ലോൺ വീട് പണിക്ക് വേണ്ടി എടുത്താണ്. വീടിൻ്റെ ലോണാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കേരള ഗ്രാമീണ ബാങ്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇപ്പോൾ ഉരുൾപൊട്ടിയ ശേഷം നമുക്ക് അടക്കാൻ പറ്റിയിട്ടില്ല. അറിയാലോ, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. 7 ഞാൻ 10 വെച്ച് അടച്ചിരുന്നു, പെട്ടെന്ന് അടവ് തീരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ 5 ലക്ഷത്തിൽ 2 ലക്ഷം അടച്ച് 3 ലക്ഷം ബാക്കി, 3,10,000 ബാക്കി ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഇപ്പോൾ 4,60,000 ആയിട്ടുണ്ട്. ശശിക്ക് പറഞ്ഞതാണ് ഇതിൻ്റെ കാര്യം. നേരത്തെ എടുത്ത ലോൺ കുറേയൊക്കെ അടച്ചതായിരുന്നു. പക്ഷേ മൊറട്ടോറിയം ഇവർ വിചാരിച്ചു അടയ്ക്കേണ്ട, പലിശ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചു. പക്ഷേ പലിശ കൂടി നേരത്തെ എടുത്ത ലോൺ തന്നെ അടയ്ക്കേണ്ട അവസ്ഥ. മാത്രമല്ല ഒരു ചെറിയ സാധനം പോലും വാങ്ങാൻ പറ്റാത്ത സ്ഥിതി. മുണ്ടക്കൈ ചുരൽമല ദുരിതബാധിതർക്ക് ലോണായി കുറച്ച് പണം നൽകുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ കയ്യിൽ നിന്നുള്ള ചെറിയ പണം പോലും കൊടുത്ത് സഹായിക്കുന്ന കാഴ്ച കണ്ടു. ഈ ജനങ്ങളെ കേന്ദ്ര സർക്കാരിന് സഹായിച്ചു കൂടെ? ഈ തെരഞ്ഞെടുപ്പ് ഈ വിഷയം കൂടി ചർച്ച ചെയ്തേക്കും. വോട്ടർ സെക്രട്ടറി ഡയറി യാത്ര തുടരുന്നു.